MMO പ്രൈവറ്റ് ഐ ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് DC to DC കൺവേർട്ടർ പാർട്ട് 4 ബൂസ്റ്റ് കൺവേർട്ടേഴ്സ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ, ബേസിക് സർക്യൂട്ട് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ, മോഡ്സ് ഓഫ് ഓപ്പറേഷൻ, വർക്കിംഗ് ഓഫ് ദ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട്, കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റെപ്പ് അപ്പ് ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ. ആദ്യം നമുക്ക് ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ നോക്കാം. Basics of boost converter. It is a step-up chopper. ഇതൊരു സ്റ്റെപ്പ് ചോപ്പർ ആണ്. It is used to increase the input voltage level at the output side or at the load. That means എന്താണ്? It is used to increase the input voltage level. നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത വോൾട്ടേജിനേക്കാൾ കൂടുതൽ ഔട്ട്പുട്ടിൽ കിട്ടുകയാണെങ്കിൽ അതിനെന്ത് പറയും? സ്റ്റെപ്പ് അപ്പ് എന്ന് പറയും. ഇപ്പോൾ സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണത് ബൂസ്റ്റ് കൺവേർട്ടർ. ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് അതല്ല മീനിങ്, അതായത് ഇൻക്രീസ് ചെയ്യുക. ഇൻപുട്ട് വോൾട്ടേജ് ലെവലിനേക്കാൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ ഉയർത്തുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയും ബൂസ്റ്റ് കൺവേർട്ടർ എന്ന് പറയും. ദാറ്റ് മീൻസ് വി ഔട്ട് ഈസ് ഗ്രേറ്റർ ദാൻ വി ഇൻ. ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജിനേക്കാൾ കൂടുതലായിരിക്കും. ഇൻ ദിസ് ട്രാൻസിസ്റ്റർ കണ്ടിന്യൂലി സ്വിച്ചസ് ഓൺ ആൻഡ് ഓഫ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഇതിൽ ട്രാൻസിസ്റ്റർ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും സ്വിച്ചസ് ഓൺ ആൻഡ് ഓഫ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ഇൻക്രീസ്ഡ് വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് സ്റ്റോർഡ് എനർജി ആൻഡ് ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജ്. ഈ സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണ്? വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റോർഡ് എനർജിയും അതുപോലെ ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജും കൂടെ കൂടിയിട്ടാണ്, ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജിനെ കൂട്ടുന്നത്. ഔട്ട്പുട്ട് വോൾട്ടേജ് കൂട്ടുന്നത് ഇൻപുട്ട് വോൾട്ടേജ് പ്ലസ് സ്റ്റോർഡ് എനർജിയും കൂടെ ആകുമ്പോൾ എന്താവും? ഔട്ട്പുട്ട് കൂടുതലായിരിക്കും. എഫിഷ്യൻസി ഈസ് ഹൈ. ഏകദേശം 99% ഇൻപുട്ടിനെയും നമ്മൾ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ എഫിഷ്യൻസി എന്താണ്? കൂടുതലാണ്. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ബാറ്ററി പവർഡ് ആപ്ലിക്കേഷൻസ് ലൈക്ക് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ലൈറ്റിംഗ് സിസ്റ്റം എക്സെട്ര. അപ്പോൾ ഇത് നമുക്ക് ബൂസ്റ്റ് കൺവേർട്ടർ നമുക്ക് ബാറ്ററി പവർഡ് ആപ്ലിക്കേഷൻസ് ആയിട്ടുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൽ ലൈറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ ഉപയോഗിക്കാം. ബേസിക് സർക്യൂട്ട് ഓഫ് ബൂസ്റ്റ് converter. Basic circuit includes a input voltage source, inductor L, diode D, switches W, capacitor C and load. The boost converter circuit consists of the inductor, switching transistor, diode and capacitor. In boost converter, switching transistor is connected in parallel with the load. ബൂസ്റ്റ് കൺവേർട്ടറിൽ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? പാരലായിട്ട്, ലോഡുമായിട്ട് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കൺട്രോൾ പൾസസ് കൺട്രോൾസ് ദ ഓൺ ഓഫ് പീരീഡ് ഓഫ് സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ. സ്വിച്ചിങ് ട്രാൻസിസ്റ്ററിൻ്റെ ഓൺ ഓഫ് പീരീഡിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ പൾസസ് ആണ്. മോഡ്സ് ഓഫ് ബൂസ്റ്റ് കൺവേർട്ടർ നമുക്ക് രണ്ട് രീതിയിൽ ബൂസ്റ്റ് കൺവേർട്ടറിനെ ഓപ്പറേറ്റ് ചെയ്യിക്കാം. ഒന്ന് സ്വിച്ച് ഓൺ, ഒന്ന് സ്വിച്ച് ഓഫ്. ദ ബൂസ്റ്റ് കൺവേർട്ടർ സർക്യൂട്ട് ഓപ്പറേറ്റ് ഇൻ 2 മോഡ്സ്. വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് on switch provides an easy path or short for input to flow, then input does not reach the load. അതായത് സ്വിച്ച് ആൻഡ് ട്രാൻസിസ്റ്റർ ഓൺ ആണെങ്കിൽ എന്ത് ചെയ്യും? സ്വിച്ച് പ്രൊവൈഡ്സ് ഈസി പാത്ത് അല്ലെങ്കിൽ ഷോർട്ട് ഫോർ ഇൻപുട്ട് ടു ഫ്ലോ. കറണ്ടിന് പ്രത്യേകതയുണ്ട്. റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്തിലൂടെയാണ് എന്ത് ചെയ്യുക? കറണ്ട് എപ്പോഴും ഫ്ലോ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈസിയസ്റ്റ് പാത്ത് അല്ലെങ്കിൽ ഷോർട്ടായിട്ടുള്ളത് ഏതാണോ അതിലൂടെയാണ് എന്ത് ചെയ്യുക? കറണ്ട് പോവുക. അതുകൊണ്ട് തന്നെ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട സ്വിച്ച് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡിന്. അപ്പോൾ എന്ത് ചെയ്യും? സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇൻപുട്ട് ഒരിക്കലും ഔട്ട്പുട്ടിലേക്ക് എത്തില്ല. ഇനി വെൻ സ്വിച്ചിങ് ട്രാൻസിസ്റ്റർ ഈസ് ഓഫ്, switch is disconnected from the circuit, then input source is connected to output load. സ്വിച്ച് ഓഫ് പൊസിഷനിലാണെങ്കിൽ എന്ത് ചെയ്യും? വേഗം കറണ്ട് എന്ത് ചെയ്യും? അപ്പുറത്തെ സെക്ഷനിലേക്ക് പോകും. അതായത് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സ്വിച്ച് ഇസ് ഡിസ്കണക്റ്റഡ് ഫ്രം ദ സർക്യൂട്ട്, ദെൻ ഇൻപുട്ട് സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ലോഡ്. സ്വിച്ച് ഓഫ് ആവുന്ന സമയത്താണ് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റ് ആവുക. അപ്പോൾ സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് എന്ത് ചെയ്യും? ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റ് ആവില്ല. സ്വിച്ച് ഓഫ് ആകുമ്പോഴാണ് ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇൻപുട്ട് സോഴ്സ് വോൾട്ടേജും അതിൻ്റെ ചോപ്പ്ഡ് ഔട്ട്പുട്ട് വോൾട്ടേജുമാണ് ഈ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ചോപ്പ്ഡിൽ ടി ഓൺ പീരീഡിൽ എന്തില്ല? സിഗ്നലൊന്നുമില്ല. ടി ഓഫിലാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. ദ ടൈം ഇൻ്റർവൽ വെൻ ചോപ്പർ ഈസ് ഓപ്പറേറ്റിംഗ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ഓൺ. ദ ടൈം ഇൻ്റർവൽ വെൻ ചോപ്പർ ഈസ് നോട്ട് ഓപ്പറേറ്റിംഗ് ഈസ് ഡിനോട്ടഡ് ബൈ ടി ഓഫ്. നമ്മൾ പറഞ്ഞതാണ്, ചോപ്പർ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്തിന് നമ്മൾ ടി ഓൺ എന്നും ചോപ്പർ ഓപ്പറേറ്റ് ചെയ്യാത്ത സമയത്തിന് നമ്മൾ ടി ഓഫ് എന്നും പറയും. ഓക്കെ, ടി ഓഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കുക, ടി ഈസ് ഈക്വൽ ടു എന്താണ്? ടി ഓൺ പ്ലസ്
T off. Total time period T is equal to T on plus T off. Working when transistor first switched on. ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്തുള്ള വർക്കിംഗ് ആണ് പറയുന്നത്. നമ്മൾ ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓൺ ആണ്, കണക്ട് ആയിട്ടുണ്ട്. ഇൻപുട്ട് സോഴ്സ് ഇൻഡക്ടർ വഴി പോകും. ഇൻഡക്ടർ എന്ത് ചെയ്യും? ഓൺ സ്വിച്ച് പ്രൊവൈഡ് ആൻ ഈസി പാത്ത് ഫോർ കറണ്ട് ടു ഫ്ലോ. ഓൺ സ്വിച്ച് പ്രൊവൈഡ് ഇറ്റ്സ് ഈസി പാത്ത് ഓർ ഷോർട്ട് ഫോർ കറണ്ട് ടു ഫ്ലോ. സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് ഈസി പാത്തിലൂടെയാണ് കറണ്ട് പാസ് ചെയ്യുക. കോമ്പിനേഷൻ ഓഫ് ഡയോഡ്, കപ്പാസിറ്റർ, ഇൻഡക്ടർ ഡയോഡ്, കപ്പാസിറ്റർ, ലോഡ് റെപ്രസെൻറ്റ്സ് എ മച്ച് ഹയർ ഇമ്പിഡൻസ് ദാൻ ഷോർട്ട് പാത്ത്. ഈ ഷോർട്ട് പാത്തിനേക്കാൾ ഇമ്പിഡൻസ് കൂടുതലായിരിക്കും. ഡയോഡും കപ്പാസിറ്ററും ലോഡൊക്കെ കൂടെ വരുമ്പോൾ ഇമ്പിഡൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും, റെസിസ്റ്റൻസ് കൂടുതലായിരിക്കും. കറണ്ട് ഒപ്പോസ് ചെയ്യാനുള്ള പ്രവണത കൂടുതലായിരിക്കും. അപ്പോൾ കറണ്ട് എന്ത് ചെയ്യും? ഈ ഷോർട്ടായിട്ടുള്ള സ്വിച്ചിലൂടെ അങ്ങ് ഫ്ലോ ചെയ്യും. In this circuit, switching transistor is connected in parallel with the load. When switch is on, current starts from positive terminal of Vs and it flows through inductor, switch and return to negative terminal of Vs. സ്വിച്ച് ഓൺ ആകുന്ന സമയത്ത് കറണ്ട് പവർ സപ്ലൈൻ്റെ പോസിറ്റീവിൽ നിന്ന് തുടങ്ങി ഇൻഡക്ടർ വഴി സ്വിച്ചിലൂടെ ടെർമിനൽ സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ തിരിച്ചെത്തും. അതിൻ്റെ ഫ്ലോ ആണ് കാണിച്ചിരിക്കുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ പവർ സപ്ലൈൻ്റെ അല്ലെങ്കിൽ സോഴ്സിൻ്റെ വി എസിൻ്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡക്ടറിലെത്തും. ഇൻഡക്ടറിൻ്റെ ചാർജിങ് നോക്കുക. ചാർജിങ് പൊസിഷൻ കാണിച്ചിരിക്കുന്നത് പ്ലസ്, ഇവിടെ മൈനസാണ്. അതായത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇൻഡക്ടർ പ്ലസും മൈനസുമാണ്. അത് അവിടെ ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ബക്ക് കൺവെർട്ടറിൽ പറഞ്ഞതാണ്, ചാർജ് കിട്ടുന്ന സമയത്ത് ഇൻഡക്ടർ എന്ത് ചെയ്യും? ഇൻഡക്ടർ പ്രോപ്പർട്ടിയാണ് അതെന്ത് എക്സ്പാൻഡ് ചെയ്യും. മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്ത് അത് ചാർജ് സ്റ്റോർ ചെയ്യും. ആ ചാർജ് അതേ കറണ്ട് സ്വിച്ചിലൂടെ വന്ന് ഇവിടെ ടെർമിനലിൻ്റെ നെഗറ്റീവിലെത്തും. അത് ക്ലോസ്ഡ് സർക്യൂട്ട് മെയിൻറ്റെയിൻ ചെയ്യും. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. ഇൻപുട്ട് ഒരിക്കലും അതുകൊണ്ട് ചെയ്യുന്നില്ല. ഔട്ട്പുട്ടിലേക്ക് എത്തുന്നുണ്ടോ? ഇല്ല അല്ലേ? അത് അവിടെ തന്നെ ലൂപ്പായി അവിടെ തന്നെ നിൽക്കണം. ദിസ് ടൈം ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി വിത്ത് ദിസ് പൊളാരിറ്റി ഷോൺ ആൻഡ് കറണ്ട് ബിൽഡ്സ് അപ്പ് ഗ്രാജുവലി. സോ ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. ദിസ് ടൈം ഇൻഡക്ടർ സ്റ്റോഴ്സ് എനർജി വിത്ത് ദ പൊളാരിറ്റി ഷോൺ ആൻഡ് കറണ്ട് ബിൽഡ്സ് അപ്പ് ഗ്രാജുവലി. ഇനി ഓഫ് പൊസിഷൻ നോക്കാം. വർക്കിംഗ് ട്രാൻസിസ്റ്റർ സ്വിച്ച് ഓഫ് പീരീഡ്. ട്രാൻസിസ്റ്റർ ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഔട്ട്പുട്ടിൽ വോൾട്ട് ഉണ്ടെങ്കിൽ കൺട്രോൾ പൾസസ് എന്ത് ചെയ്യും? ട്രാൻസിസ്റ്റർ ഓഫ് ചെയ്ത് കളഞ്ഞ് അപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് ഇൻഡക്ടർ ടെർമിനലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇൻഡക്ടറിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴും ഇൻഡക്ടറിൽ എനർജി വരുന്നുണ്ട്. പെട്ടെന്നുള്ള സഡൻ മൂവ്മെൻറ്റാണ് അവിടെ വന്നതല്ലേ. അതായത് ഇവിടെ നിന്നുള്ള കറണ്ട് പെട്ടെന്ന് സപ്ലൈയിലേക്ക് നിന്നു. അപ്പോൾ ആ ഇതിലെന്ത് ചെയ്യും? ഇൻഡക്ടർ ആ ബാക്ക് EMF റിലീസ് ചെയ്യും. ആ ബാക്ക് EMF എന്ത് ചെയ്യും? ഇത് ഡയോഡ് വഴി കപ്പാസിറ്ററിലേക്കും ലോഡിലേക്കും എത്തും. അപ്പോൾ ഇവിടെ സ്വിച്ചിനെ കണ്ടില്ല, ഡിസ്കണക്ട് ചെയ്തതുപോലെയാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ സ്വിച്ച് ശരിക്കും ഡിസ്കണക്ട് ചെയ്ത പോലെയാണ് സർക്യൂട്ടിൽ അവിടുന്ന് കറണ്ട് ഡയോഡ് വഴി കപ്പാസിറ്റർ ലോഡിലേക്കും പോകും. കപ്പാസിറ്റർ സമയം എന്ത് ചെയ്യും? ചാർജ് സ്റ്റോർ ചെയ്യുകയും ചെയ്യും. When the switch is turned off, the sudden drop of current causes inductor to produce back EMF. The back EMF is in reverse polarity to previous one. മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടെ, മൈനസും പ്ലസും മാറിയില്ലേ? അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി ചേഞ്ച് ആവും. ദിസ് റിസൾട്ട് ഇൻ ടു വോൾട്ടേജസ് VS ആൻഡ് VL. ദാറ്റ് മീൻസ് സോഴ്സ് വോൾട്ടേജ് ആൻഡ് ബാക്ക് EMF. VL എന്ന് പറയുന്നത് ഇൻഡക്ടറിന് അക്രോസിൽ വോൾട്ടേജ് VL, ബാക്ക് EMFും സോഴ്സ് വോൾട്ടേജായ VSും കൂടെ ഒരുമിച്ചാണ് നമുക്ക് എന്ത് ചെയ്യുക? ലോഡിൽ കിട്ടുക. ദേ ആർ ഇൻ സീരീസ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ ആ VSും VL എന്ന സീരീസ് ആയതുകൊണ്ട് എന്താ? VS പ്ലസ് VL ആയിരിക്കും നമുക്ക് ലോഡിൽ കിട്ടുക. ദിസ് ഹയർ വോൾട്ടേജ് VS പ്ലസ് VL ഫോർവേഡ് ബയാസസ് ദ ഡയോഡ്. VSും VLും കൂടെയാണ് ഡയോഡിനെ ഫോർവേഡ് ചെയ്യിക്കുന്നത്. ദ റിസൾട്ടിംഗ് കറണ്ട് ത്രൂ ഡയോഡ് ചാർജസ് കപ്പാസിറ്റർ ആൻഡ് ആൾസോ സപ്ലൈസ് ദ ലോഡ്. ആ VS പ്ലസ് VL ഡയോഡിലൂടെ കപ്പാസിറ്ററിലേക്ക് എത്തുന്നുണ്ട്. കപ്പാസിറ്റർ ചാർജ് ചെയ്യുകയും അതേസമയം ലോഡിലേക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിൽ കിട്ടുന്ന വോൾട്ടേജ് എന്തായി? ബൂസ്റ്റായി, അതായത് സ്റ്റെപ്പ് അപ്പായി. ഇനി അതിൻ്റെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഇൻഡക്ടറിൻ്റെ ഡയോഡ് വഴി അത് കപ്പാസിറ്ററിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ ലോഡിലേക്കും തിരിച്ച് ടെർമിനലിൻ്റെ നെഗറ്റീവ് ടെർമിനലിലേക്ക് എത്തി. ഇനി വർക്കിംഗ് വെൻ ട്രാൻസിസ്റ്റർ നെക്സ്റ്റ് സ്വിച്ച്ഡ് ഓൺ.
ഇനി അടുത്ത പ്രാവശ്യം ട്രാൻസിസ്റ്റർ ഓൺ ചെയ്യുന്ന സമയത്ത് എന്താണ് ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യും. ഇൻഡക്ടർ വീണ്ടും എന്ത് ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. എനർജി സ്റ്റോർ ചെയ്യാൻ തുടങ്ങും. അതിലൂടെ തന്നെ കറണ്ട് ഈസിയസ്റ്റ് പാത്ത് സ്വിച്ച് ആയതുകൊണ്ട് സ്വിച്ചിലൂടെ തന്നെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിലൊന്നും മാറ്റമില്ല. കറണ്ട് ഫ്ലോ ഒക്കെ അങ്ങനെ തന്നെയാണ് ഓൺ പൊസിഷനിൽ. പക്ഷേ ഡയോഡ് ഇവിടെ സെപ്പറേറ്റ് ഡയോഡ് ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെയല്ല വരച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡയോഡിൻ്റെ പോസിറ്റീവിലും ഡയോഡിൻ്റെ നെഗറ്റീവിലും എത്തുന്ന വോൾട്ടേജ് വ്യത്യാസമുണ്ട്. നെഗറ്റീവിൽ കപ്പാസിറ്ററിൽ ഓൾറെഡി ചാർജ് ഉണ്ട്. ആ ചാർജാണ് നെഗറ്റീവിൽ എത്തുന്നത്. പോസിറ്റീവിനെ അപേക്ഷിച്ച് നെഗറ്റീവിൽ ഹൈ വോൾട്ടാണ് ഇപ്പോൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡയോഡ് എന്താ റിവേഴ്സ് ബയാസ്ഡ് ആണ്. റിവേഴ്സ് ബയാസ്ഡ് എന്ന ഡയോഡ് നമുക്ക് സർക്യൂട്ടിൽ ഇല്ലാത്തതുപോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് ഡിസ്കണക്ട് ചെയ്തിട്ട് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഡയോഡ് ഔട്ട്പുട്ട് സെക്ഷനെയും ഇൻപുട്ട് സെക്ഷനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഐസൊലേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് സെപ്പറേറ്റ് ചെയ്യിക്കുന്നുണ്ട്. ആഫ്റ്റർ ഇനീഷ്യൽ സ്റ്റാർട്ടപ്പ് ഈച്ച് ടൈം സ്വിച്ച് ഇസ് ക്ലോസ്ഡ് ദ കാഥോഡ് ഓഫ് ഡയോഡ് ഈസ് മോർ പോസിറ്റീവ് ദാൻ ഇറ്റ്സ് ആനോഡ്. ഇറ്റ് ഈസ് ബിക്കോസ് ആനോഡ് ഓഫ് ഡയോഡ് ഈസ് അറ്റ് വോൾട്ടേജ് VS ആൻഡ് കാഥോഡ് അറ്റ് വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ അക്രോസിലെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VS+VL ആണ്. അപ്പോൾ ആനോഡിലെത്തുന്നത് VSഉം കാഥോഡിലെത്തുന്നത് VS+VL ആണ്. അപ്പോൾ കൂടുതൽ ഏതാ VS+VL. അതുകൊണ്ടാണ് അത് റിവേഴ്സ് ബയാസ് ആവുന്നത്. ഡയോഡ് ബിക്കം റിവേഴ്സ് ബയാസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഐസൊലേറ്റഡ് ഫ്രം ഇൻപുട്ട് സോഴ്സ്. അപ്പോൾ അത് ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആവുകയും ഔട്ട്പുട്ട് ഇൻപുട്ട് സോഴ്സിൽ നിന്ന് ഐസൊലേറ്റ് ആവുകയും ചെയ്യും. ലോഡ് കണ്ടിന്യൂസ് ടു ബി സപ്ലൈഡ് വിത്ത് VS+VL ബൈ ചാർജ് ഓൺ കപ്പാസിറ്റർ. അപ്പോഴും ലോഡിൽ എന്ത് കിട്ടുന്നുണ്ട്, VS+VL. എങ്ങനെ കപ്പാസിറ്ററിൽ VS+VL ഉണ്ട്. കപ്പാസിറ്റർ അക്രോസ് ആണ് ലോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കപ്പാസിറ്ററിലെ ചാർജ് നമുക്ക് ലോഡിൽ കിട്ടും. അപ്പോൾ ലോഡിൽ അപ്പോഴും VS+VL കിട്ടുന്നുണ്ട്. ആസ് ദ ചാർജ് ഓൺ കപ്പാസിറ്റർ ഡിക്രീസസ് ഇറ്റ് ഈസ് റീചാർജ്ഡ് ഈച്ച് ടൈം ദ മോസ്ഫെറ്റ് ഓർ സ്വിച്ച് ഈ സ്വിച്ച് ഓഫ്. മോസ്ഫെറ്റ് അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആവുന്ന ഓരോ സമയത്തും കപ്പാസിറ്റർ ചാർജ് ആവും. സ്വിച്ച് ഓൺ ആവുന്ന സമയത്ത് കപ്പാസിറ്ററിൽ എന്ത് ചെയ്യും, ചാർജ് റിലീസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ ദസ് വി ഗെറ്റ് എ ബൂസ്റ്റഡ് DC ഇൻ ഔട്ട്പുട്ട്. റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. In boost converter, if VS is equal to the input source voltage, boost converter VS input source voltage ആണെങ്കിൽ ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് അഥവാ വി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്, VS × 1 ഡിവൈഡഡ് ബൈ 1 - D ആണ്. നമുക്കെങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് വി ഔട്ട് ഈസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ 1 - D. 1 × VS എന്ന് പറഞ്ഞാൽ VS തന്നെയാണ്. അപ്പോൾ VS ബൈ 1 - D, വേർ D is the duty cycle. D is equal to T on by T, അതായത് ഓൺ പീരിയഡ് ടൈം ഡ്യൂറേഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. T means T on plus T off. Then average voltage across the load can be stepped up by varying duty cycle. അപ്പോൾ ഡ്യൂട്ടി സൈക്കിൾ വാരി ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ലോഡിന് അക്രോസ് ഉള്ള ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് സ്റ്റെപ്പ് അപ്പ് അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നോക്കാം. ഇഫ് D is equal to 50%, D 50%, ഡ്യൂട്ടി സൈക്കിൾ 50% ആണെങ്കിൽ, ദാറ്റ് മീൻസ് 0.5 ആണെങ്കിൽ ഔട്ട്പുട്ട് എത്ര കിട്ടാം, ആവറേജ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു VS ഡിവൈഡഡ് ബൈ 1 - 0.5, ദാറ്റ് മീൻസ് VS ബൈ 0.5, ദാറ്റ് ഈസ് VS × 10/5. 0.5നെ മാറ്റുമ്പോൾ ഇൻറ്റു 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ മുകളിലും 10 താഴെയാണ് 10. അപ്പോൾ എന്ത് കിട്ടും, VS × 10/5 എന്ന് വെച്ചാൽ 10/5 എത്ര, 10/5 2, അപ്പോൾ 2 × VS. അപ്പോൾ വി ഔട്ട് ഇസ് ഈക്വൽ ടു 2 × VS. അപ്പോൾ എന്തായി, ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഇൻപുട്ട് വോൾട്ടേജിൻ്റെ 2 ഇരട്ടിയാണ്. 2 times ഓഫ് ദ ഇൻപുട്ട് വോൾട്ടേജ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി D is equal to 75% ആണ് ഇരിക്കുക. 75% എന്ന് പറഞ്ഞാൽ എത്ര, എന്താ പറയുക, 0.75. ദെൻ വി ഔട്ട് ഇസ് ഈക്വൽ ടു 4 × VS ആണ്, 4 times കൂടി. അപ്പോൾ എന്താണ്, ഡ്യൂട്ടി സൈക്കിളിലെ വേരിയേഷൻ വരുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്യൂട്ടി സൈക്കിൾ വേരിയേഷൻ വരുന്നതനുസരിച്ചിട്ട് ഔട്ട്പുട്ടിൽ നമുക്ക് വേരി ചെയ്യാൻ പറ്റും, സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കമ്പാരിസൺ നോക്കാം. കമ്പാരിസൺ ബിറ്റ്വീൻ സ്റ്റെപ്പ് ഡൗൺ ആൻഡ് സ്റ്റെപ്പ് അപ്പ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് അപ്പും പറഞ്ഞു. അത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ നോക്കാം. ഫസ്റ്റ് പോയിൻ്റ്, റേഞ്ച് ഓഫ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗണിൽ എങ്ങനെയാണ്, 0 വോൾട്ട് ടു VS, മാക്സിമം VS വരെ അല്ലേ. സ്റ്റെപ്പ് അപ്പിലോ VS വോൾട്ട് ടു പ്ലസ് വോൾട്ട്. പൊസിഷൻ ഓഫ് ചോപ്പർ സ്വിച്ച് എന്തായിരുന്നു, സ്റ്റെപ്പ് ഡൗണിലാണെങ്കിൽ സീരീസ് ആയിട്ടാണ്, സ്റ്റെപ്പ് അപ്പിൽ പാരലാണ്. അപ്പോൾ ഇൻ സീരീസ് വിത്ത് ലോഡും സ്റ്റെപ്പ് അപ്പിൽ ഇൻ പാരലൽ വിത്ത് ലോഡ്. എക്സ്പ്രഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ സ്റ്റെപ്പ് ഡൗൺ
ചോപ്പർ ഇസ് ഈക്വൽ ടു വി ഔട്ട് ഇസ് ഈക്വൽ ടു ഡി ഇൻറ്റു വി വോൾട്ടാണ്. സ്റ്റെപ്പ് അപ്പിൽ വി ഔട്ട് ഇസ് ഈക്വൽ ടു വി ഇൻറ്റു 1 മൈനസ് ഡി വോൾട്ടാണ്. എക്സ്റ്റേണൽ ഇൻഡക്ടർ ഈസ് നോട്ട് നെസസറി ഇൻ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ, ബട്ട് ഇൻ സ്റ്റെപ്പ് അപ്പ് ഇറ്റ്സ് കമ്പൽസറി റിക്വയർഡ് ഫോർ ബൂസ്റ്റിംഗ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഔട്ട്പുട്ട് വോൾട്ടേജിനെ ബൂസ്റ്റ് ചെയ്യിക്കണമെങ്കിൽ നിർബന്ധമായിട്ടും സ്റ്റെപ്പ് അപ്പിൽ എന്ത് വേണം? ഇൻഡക്ടർ വേണം. യൂസേജ് ഫോർ മോട്ടറിങ് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ യൂസ് ചെയ്യുന്നത്. ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ ലോഡിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ യൂസ് ചെയ്യാം. ടൈപ്പ് ഓഫ് ചോപ്പർ സിംഗിൾ ക്വാഡ്രൻ്റ് ആണ്. രണ്ടും സ്റ്റെപ്പ് ഡൗൺ ആയാലും സ്റ്റെപ്പ് അപ്പ് ആയാലും രണ്ടും സിംഗിൾ ക്വാഡ്രൻ്റ് ആണ്. ക്വാഡ്രൻ്റ് ഓഫ് ഓപ്പറേഷൻ ആണ് നെക്സ്റ്റ്. അത് സ്റ്റെപ്പ് ഡൗൺ ചോപ്പർ ആണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റും സ്റ്റെപ്പ് അപ്പ് ആണെങ്കിലും ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗണും ക്വാഡ്രൻ്റ് ഓഫ് ഓപ്പറേഷൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റും ടൈപ്പ് ഓഫ് ചോപ്പർ സിംഗിൾ ക്വാഡ്രൻറ്റുമാണ്. നമുക്ക് സമ്മറൈസ് ചെയ്യാം. ബേസിക്സ് ഓഫ് ബൂസ്റ്റ് കൺവെർട്ടർ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്തത്. അത് സ്റ്റെപ്പ് അപ്പ് ചോപ്പർ എന്താണ്? അത് ട്രാൻസിസ്റ്റർ സ്വിച്ചസ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ബൂസ്റ്റ് കൺവെർട്ടർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ചോപ്പറാണ്. ട്രാൻസിസ്റ്റർ സ്വിച്ചസ് അറ്റ് ഹൈ ഫ്രീക്വൻസി. ബേസിക് സർക്യൂട്ട് ബൂസ്റ്റ് വോൾട്ടേജ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ആഡിങ് സ്റ്റോർഡ് എനർജി ആൻഡ് സോഴ്സ് വോൾട്ടേജ്. മോഡ്സ് ഓഫ് ഓപ്പറേഷൻ രണ്ട് മോഡ്സ് ഉണ്ട്. ട്രാൻസിസ്റ്റർ ഓൺ, അതുപോലെ ട്രാൻസിസ്റ്റർ ഓഫ്. ട്രാൻസിസ്റ്റർ ഓൺ ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. ട്രാൻസിസ്റ്റർ ഓഫ് ആണെങ്കിൽ ഇൻപുട്ട് സോഴ്സ് ഈസ് കണക്റ്റഡ് ടു ദ ഔട്ട്പുട്ട് ലോഡ്. റിലേഷൻ ബിറ്റ്വീൻ ആവറേജ് വോൾട്ടേജ് ആൻഡ് ഡ്യൂട്ടി സൈക്കിൾ. വി ഔട്ട് is equal to Vs into 1 divided by 1 minus d, where d is equal to duty cycle is equal to T1 divided by T. Circuit working. നമ്മൾ സർക്യൂട്ട് വർക്കിങ്ങിൽ പറഞ്ഞത് സ്വിച്ച് ഈസ് ഓൺ, ആൻ ഈസി പാത്ത് ഓർ ഷോർട്ട് ഫോർ കറണ്ട് ഇൻപുട്ട് ഡസ് നോട്ട് റീച്ച് ദ ലോഡ്. വെൻ ദ സ്വിച്ച് ഈസ് ഓഫ്, Vs plus VL forward biases the voltage. Current through diode charges the capacitor and also supplies the load. Next time when the diode reverse, next time the switch is on, the diode become reverse bias. Load continues with the Vs plus VL by charge on capacitor. Comparison between step down and step up chopper. Range of output voltage, position of chopper switch, expression for output voltage, that V out is equal to D into V, V out is equal to V into 1 minus D. പിന്നെ എക്സ്റ്റേണൽ ഇൻഡക്ടറിൻ്റെ ആവശ്യകത, പിന്നെ ആപ്ലിക്കേഷൻ യൂസ്, ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. യൂസ് സ്റ്റെപ്പ് ഡൗൺ ആണെങ്കിൽ ഫോർ മോട്ടറിങ് ഓപ്പറേഷൻ, സ്റ്റെപ്പ് അപ്പ് ആണെങ്കിൽ ഫോർ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഫോർ ലോഡ്. ടൈപ്പ് ഓഫ് ചോപ്പർ സിംഗിൾ ക്വാഡ്രൻ്റ് ആണ് രണ്ടും. അതിൽ ക്വാഡ്രൻ്റ് ഓഫ് ഓപ്പറേഷൻ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. Thank you.